ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പ്രജ്വൽ രേവണ്ണ വെള്ളിയാഴ്ച നാട്ടിലെത്തും. പ്രജ്വൽ ജർമ്മനിയിൽ നിന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തു. വ്യാഴാഴ്ച ജർമ്മനിയിൽ നിന്ന് പുറപ്പെടുന്ന ലുഫ്താൻസ വിമാനത്തിലാണ് പ്രജ്വൽ എത്തുക. KB ശ്രീധരൻ വിവരങ്ങൾ നൽകും. ശ്രീധരൻ, ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് ദക്ഷിണേന്ത്യയിൽ കഴിഞ്ഞതിന് ശേഷമാണ് പ്രജ്വൽ തിരികെ എത്തുന്നത്. നടപടികൾ എങ്ങനെയായിരിക്കും? വിവരങ്ങൾ. അതായത് 30-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മ്യൂണിക്കിൽ നിന്നുള്ള വിമാനത്തിലാണ്, ലുഫ്താൻസ എയർ വിമാനത്തിലാണ് പ്രജ്വൽ രേവണ്ണ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. രാത്രി 12:30 ബംഗളൂരുവിലെത്തും. പിറ്റേ ദിവസം, അതായത് 31-ന് രാവിലെ 10 മണിക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെന്നാണ് പ്രജ്വൽ നേരത്തെ വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കിയത്. ഏതായാലും അതിനു മുൻപേ തന്നെ പ്രജ്വൽ രേവണ്ണയെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഉൾപ്പെടെ നിലവിലുണ്ട്, വാറണ്ട് നിലവിലുണ്ട്. വിമാനത്താവളത്തിൽ ഇറങ്ങിയാൽ ഉടൻ തന്നെ പ്രത്യേക അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും നേരത്തെ പ്രജ്വൽ രേവണ്ണ മടങ്ങി വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു അന്ത്യശാസനം എന്ന രീതിയിൽ JDSന്റെ മുതിർന്ന നേതാവും മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള HD ദേവേഗൌഡ തന്നെ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഇറക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പ്രജ്വൽ രേവണ്ണ ഇപ്പോൾ തിരിച്ച് എത്താനുള്ള നടപടികൾ വരുന്നത്. മറ്റൊരു കാര്യം, ഈ പ്രജ്വൽ രേവണ്ണയുമായി ബന്ധപ്പെട്ട ഈ ലൈംഗികാതിക്രമത്തിന്റെ വീഡിയോകൾ പെൻഡ്രൈവിലാക്കി വിതരണം ചെയ്ത 2 പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാസൻ സ്വദേശികളായിട്ടുള്ള നവീൻ ഗൌഡ, അതുപോലെ തന്നെ ചേതൻ എന്നിങ്ങനെ 2 പേരെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. നേരത്തെ ഇതേ കേസിൽ ദേവരാജ് ഗൌഡ എന്ന പ്രാദേശിക BJP നേതാവിനെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു.